BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വെയർ, സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമല കൊടിമരത്തിന്റെ പഴയ വാജിവാഹനം തിരികെ വാങ്ങണം. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകി കണ്ഠര് രാജീവർ. ശബരിമലയിലെ കൊടിമരത്തിന്റെ പഴയ വാജിവാഹനം തിരികെ വാങ്ങണമെന്നാവശ്യപ്പെട്ട് തന്ത്രി കുടുംബാംഗം കണ്ഠര് രാജീവർ ഈ ആവശ്യം ഉന്നയിച്ച് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകി. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കണ്ഠര് രാജീവരുടെ ഈ തീരുമാനം. ഒക്ടോബർ 11 ദേവസ്വം ബോർഡിനെ തീരുമാനിച്ചത്. അടുത്ത മാസം തന്ത്രിയുടെ വീട്ടിലേക്ക് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ശബരിമല സ്വർണ്ണ കള്ളക്കടത്ത് വിവാദത്തിന് പിന്നാലെ വാജിവാഹനം തന്ത്രി അധികൃതമായി കൊണ്ടുപോയെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ പ്രചാരമുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷവും വിവാദങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ശബരിമല പഴയ കൊടിമരത്തിന്റെ വാജിവാഹനം ദേവസ്വം ബോർഡ് തിരികെ വാങ്ങണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. കത്തിന്മേൽ വരും ദിനങ്ങളിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. പ്രായപരിധി നടപ്പിലാക്കിയത് പുതിയ തലമുറയ്ക്ക് വേണ്ടി. ഒഴിഞ്ഞവർ പാർട്ടി പ്രവർത്തനം തുടരുകയാണ് വേണ്ടത്. MA ബേബി. പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കൽ സ്വാഭാവികമാണെന്ന് G സുധാകരന് ഒളിയമ്പുമായി CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി. പ്രായപരിധിയുടെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവായാലും അതിൻ്റെ പേരിൽ പാർട്ടിയോട് അകുലതയല്ല വേണ്ടത്. നേതൃത്വത്തിൽ നിന്ന് ഒഴിയുന്നു എന്നേയുള്ളൂ. ഒഴിഞ്ഞവർ പാർട്ടി പ്രവർത്തനം തുടരണം. പ്രായപരിധി നടപ്പിലാക്കിയത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണെന്നും MA ബേബി വ്യക്തമാക്കി. കേരള കർഷക തൊഴിലാളി യൂണിയന്റെ തൊഴിലാളി മാനസിക പുരസ്കാര വേദിയിലാണ് പരാമർശം. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ചില സഖാക്കൾ ചില ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകുന്നു, നേതൃത്വത്തിൽ നിന്ന് ഒഴിയുന്നു എന്നേയുള്ളൂ. ഒഴിഞ്ഞവർ പാർട്ടി പ്രവർത്തനം തുടരണം. അതിന്റെ ഏറ്റവും മാതൃകാപരമായ ഉദാഹരണമാണ് സഖാവ് SRP. പാർട്ടിക്കായി SRP ഏത് സമയത്തും ലഭ്യമാണ് MA ബേബി പറഞ്ഞു. അതേസമയം ആലപ്പുഴയിലെ പാർട്ടി ആതിഥേയത്വം വഹിക്കുന്ന പ്രധാന പരിപാടിയിൽ നേതാക്കൾ വീട്ടിലെത്തി ക്ഷണിച്ചിട്ടും മുതിർന്ന നേതാവ് G സുധാകരൻ വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. ഇതേ സമയം തന്നെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ മറ്റൊരു പരിപാടിയിൽ G സുധാകരൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കൊല്ലം കടയ്ക്കലിൽ CPIയിൽ കൂട്ടരാജി. 700-ലേറെ പേർ പാർട്ടി വിട്ടു. കൊല്ലം കടയ്ക്കൽ CPIയിൽ കൂട്ടരാജി. 700-ലേറെ പേർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതായി മുൻ ജില്ലാ കൗൺസിൽ അംഗം JC അനിൽ പറഞ്ഞു. ജില്ലാ നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് കൂട്ടരാജിക്ക് കാരണം. പാർട്ടി വിട്ടവരിൽ 10 മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും 45 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും 48 ബ്രാഞ്ച് സെക്രട്ടറിമാരും 9 ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും 11 സഹകരണ ബാങ്ക് ഡയറക്ടർമാരും 700-ലേറെ പാർട്ടി അംഗങ്ങളും 200-ലേറെ അനുഭാവികളുമുണ്ടെന്നാണ് പാർട്ടി വിട്ട നേതാക്കൾ പറയുന്നത്. മുൻ ജില്ലാ കൗൺസിൽ അംഗം JC അനിൽ, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി P പ്രതാപൻ, അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കൗൺസിൽ അംഗം കണ്ണങ്കോട് സുധാകരൻ, CPI മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന GS പ്രജിലാൽ, കടയ്ക്കൽ പഞ്ചായത്ത് അംഗം V ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധിൻ കടയ്ക്കൽ, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറിയും മുല്ലക്കര രത്നാകരന്റെ സഹോദരിയുമായ P രജിതകുമാരി തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെട്ടവരാണ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ചത്. ജില്ലാ നേതൃത്വം സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും ചേർത്ത് നിർത്താനുള്ള അവസരങ്ങൾ നിരവധി വന്നിട്ടും പാർട്ടി നേതൃത്വം തങ്ങളെ അവഗണിച്ചുമെന്നാണ് പാർട്ടി വിട്ട നേതാക്കളുടെ പരാതി. ജില്ലാ സമ്മേളനത്തിൽ പോലും കടയ്ക്കലിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തിയില്ല തുടങ്ങിയ ആരോപണങ്ങൾ പാർട്ടി വിടുന്ന നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചു. പ്രേക്ഷക സദസ്സിന് അനുഭൂതി പകർന്ന് ദിവ്യ ദീപകിന്റെ മോഹിനിയാട്ട കാഴ്ചകൾ. പ്രേക്ഷക സദസ്സിന് അനുഭൂതി പകർന്ന് ശാസ്ത്രീയ നൃത്തവേദിയിലെ വാഗ്ദാനമായി തീർന്ന ദിവ്യ ദീപകിന്റെ മോഹിനിയാട്ട കാഴ്ചകൾ. എറണാകുളം ഫൈൻ ആർട്സ് ഹാളിലെ നൃത്തവേദിയിലായിരുന്നു അവസ്മരണീയമായ പ്രകടനം. ഭജമാനസ വിഘ്നേശ എന്ന ഗണപതി സ്തുതിയിൽ തുടങ്ങി മുത്തയ്യ ഭാഗവർ രചിച്ച മാതേ മലയധ്വജ എന്ന ഖമാസ് രാഗത്തിലുള്ള ദാരുവർണ്ണത്തിലൂടെ 2 മണിക്കൂർ ദിവ്യ ആസ്വാദകരെ ആനന്ദിപ്പിച്ചു. പാർവതി ദേവിയുടെ നിരവധി രൂപങ്ങളിലും ഭാവങ്ങളിലുമുള്ള മനോഹരമായ ഒരു പ്രാർത്ഥനയാണിത്. കൃഷ്ണന്റെ ലളിതമായ ബാല്യകാല നിമിഷങ്ങളും അദ്ദേഹത്തിൻ്റെ മഹത്തായ പ്രപഞ്ച പ്രവൃത്തികളും
തമ്മിലുള്ള സമാനതകൾ പുരന്ദരദാസൻ ആഴത്തിൽ വരച്ചു കാട്ടുന്ന ഗജദോദ്ധാരണ എന്ന പിഹുരാഗത്തിലുള്ള കൃതി ദ്വാപര കാലത്തിലേക്ക് അനുവാചകരെ നയിച്ചു. എന്തു മമ സദസ്സിൽ എന്ന സ്വാതി തിരുനാൾ പദത്തിൽ നായികാഭാവങ്ങൾ എന്നറിയപ്പെടുന്ന 3 അവസ്ഥകളെ നർത്തകി അഭിനയിച്ചു കാണിച്ചു. കഴക്കൂട്ടത്ത് IT ജീവനക്കാരിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ചത് ലോറി ഡ്രൈവർ. കുറ്റം സമ്മതിച്ചതായി പോലീസ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് IT ജീവനക്കാരിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടി പോലീസ്. തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറെയാണ് മധുരയിൽ നിന്ന് പോലീസ് പിടികൂടിയത്. പ്രതി കുറ്റം സമ്മതിച്ചതായി തിരുവനന്തപുരം DCP T ഷറാഫ് പറഞ്ഞു. CCTV ക്യാമറകളുടെയും വാഹനത്തെയും ട്രാക്ക് ചെയ്താണ് ഇന്നലെ തന്നെ പ്രതിയിലേക്ക് എത്തിയത്. കയ്യിലുള്ള തെളിവുകൾ പരിശോധിക്കുമ്പോൾ പ്രതിയിലേക്ക് തന്നെയാണ് എത്തിയത്. പ്രതിയെക്കുറിച്ച് വിവരങ്ങൾ ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. അതിക്രമം നടത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത് DCP വ്യക്തമാക്കി. ജോലി കാര്യവുമായി ബന്ധപ്പെട്ടാണ് സ്വന്തം ലോറിയിൽ ഇയാൾ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. നിലവിൽ മറ്റു വിവരങ്ങൾ ലഭിക്കുന്നതേയുള്ളൂ. കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. വളരെ സാഹസികമായിട്ടാണ് പ്രതിയെ പിടികൂടിയത്. വാഹനം മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിയിലേക്ക് എത്തിയത്. തമിഴ്നാട് പോലീസിന്റെ സഹായം ലഭിച്ചു. കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് പ്രത്യേകം പെട്രോളിംഗ് നടത്തും. നിലവിൽ പ്രതിയുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ലെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. തിരിച്ചറിയൽ പരേഡ് നടത്തിയ ശേഷമേ പ്രതിയുടെ മറ്റു വിവരങ്ങൾ പുറത്തുവിടുകയുള്ളൂ. ഇയാൾക്കൊപ്പം ഹോസ്റ്റലിൽ മറ്റാരെങ്കിലും അതിക്രമിച്ചു കയറിയിരുന്നോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. സംഭവത്തിൽ പരിക്കേറ്റ പെൺകുട്ടി ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ കഴക്കൂട്ടത്തെ സ്വകാര്യ ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയാണ് പീഡിപ്പിച്ചത്. പെൺകുട്ടി പ്രതിരോധിച്ച് ബഹളം വെച്ചതോടെ പ്രതി ഓടി രക്ഷപ്പെട്ടു. ഹോസ്റ്റൽ പരിസരം കേന്ദ്രീകരിച്ച് നടത്തിയ CCTV പരിശോധനയിൽ പ്രതിയെക്കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചിരുന്നു. കഴക്കൂട്ടം ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തിയത്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. G സുധാകരൻ എന്റെ നേതാവ്. എന്റെ ഉപദേശം സ്വീകരിക്കേണ്ട യാതൊരു കാര്യവും അദ്ദേഹത്തിനില്ല. മന്ത്രി സജി ചെറിയാൻ. G സുധാകരന് തന്നെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുമില്ല. മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിച്ച് തീർത്തോളാമെന്നും സജി ചെറിയാൻ പറഞ്ഞു. അദ്ദേഹം എൻ്റെ നേതാവാണ്. എൻ്റെ ഉപദേശം സ്വീകരിക്കേണ്ട യാതൊരു കാര്യവും അദ്ദേഹത്തിനില്ല. ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുമില്ല. സുധാകരൻ സാറിന് എന്നെപ്പറ്റി ഒരു തെറ്റിദ്ധാരണയുമില്ല. നിങ്ങൾ വെറുതെ കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി, അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്കകത്ത് ഒരു പ്രശ്നമില്ലെന്നും വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ ഫേസ് ചെയ്യാൻ പോകുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മത്സരിക്കാൻ പോകുന്നു. വലിയ വിജയം കിട്ടും. അതിന് G സുധാകരൻ തന്നെ ഈ ജില്ലയിലെ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കും. അതിനൊന്നും ഒരു തർക്കവും വേണ്ട, അദ്ദേഹം പറഞ്ഞു. അതേസമയം അനുനയ ചർച്ചയ്ക്ക് ശേഷവും ആലപ്പുഴയിലെ CPIM നേതൃത്വത്തോടുള്ള അതൃപ്തി നേതാവ് G സുധാകരൻ മാറിയിട്ടില്ലെന്ന് സൂചന. കുട്ടനാട്ടിൽ സംഘടിപ്പിച്ച VS അച്യുതാനന്ദൻ സ്മാരക പുരസ്കാര ചടങ്ങിൽ G സുധാകരൻ പങ്കെടുത്തില്ല. കേരള കർഷക തൊഴിലാളി യൂണിയന്റെ തൊഴിലാളി മാസിക ഏർപ്പെടുത്തിയതാണ് ഈ പുരസ്കാരം. CPIM ജനറൽ സെക്രട്ടറി MA ബേബി S രാമചന്ദ്രൻ പിള്ളയ്ക്ക് സമർപ്പിച്ചു. ആലപ്പുഴയിലെ പാർട്ടി ആതിഥേയത്വം വഹിക്കുന്ന പ്രധാന പരിപാടി. നേതാക്കൾ വീട്ടിലെത്തി ക്ഷണിച്ചിട്ടും മുതിർന്ന നേതാവ് G സുധാകരൻ വിട്ടുനിന്നു. ഇതേസമയം കൊല്ലം കരുനാഗപ്പള്ളിയിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തു. വെഞ്ഞാറമൂട് യുവാവിന്റെ കയ്യിലിരുന്ന് പടക്കം പൊട്ടി 2 കൈവിരലുകൾ നഷ്ടമായി. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ പടക്കം കയ്യിലിരുന്ന് പൊട്ടി യുവാവിന്റെ കൈയിലെ 2 വിരലുകൾ നഷ്ടപ്പെട്ടു. മണലിമുക്ക് സ്വദേശി ശ്രീജിത്തിന്റെ 2 കൈവിരലുകളാണ് നഷ്ടപ്പെട്ടത്. ദീപാവലിയോടനുബന്ധിച്ച് വീടിന് സമീപം റോഡരികിൽ പടക്കം കത്തിക്കുമ്പോഴാണ് കയ്യിലിരുന്ന് പൊട്ടിയത്. പരിക്കേറ്റ യുവാവിന്റെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ 2 വിരലുകൾ മുറിഞ്ഞ് തറയിൽ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ ആംബുലൻസ് വിളിക്കുകയും മുറിഞ്ഞുപോയ വിരലുകളുമായി യുവാവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി എത്തിക്കുകയും ചെയ്തു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.